Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on My Tips. വൈ ടിപ്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ യുവജനങ്ങൾ, നമ്മുടെ കൗമാരക്കാർ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടരാണ്. അവരെല്ലാം പ്രശ്നക്കാരാണ് എന്നാണ് പൊതുവെയുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ ശരിക്കും നമ്മുടെ കൗമാരക്കാർ പ്രശ്നക്കാരാണോ? നമ്മുടെ യുവജനങ്ങൾ പ്രശ്നക്കാരാണോ? അവരുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ അഭിപ്രായത്തിൽ നമ്മൾ മാറ്റമുണ്ടാക്കി എന്ന് വരാം. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങളും നമ്മുടെ കൗമാരക്കാരും അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളാണ് ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഫ്രീഡം ആൻഡ് ബൗണ്ടറി എന്നുള്ള വിഷയമാണ് നമ്മൾ എടുക്കുന്നത്. സ്വാതന്ത്ര്യവും അതിരുകളും. ഈ വിഷയത്തിൻ്റെ വിവിധ മാനങ്ങൾ നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുവാനായിട്ട് പോവുകയാണ്. തുടർന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. Mr. Libas Abraham, Assistant Professor, St. Thomas College, Kolancheri. Mr. Jiju Varghese, Motivation Speaker, Trainer and Radio Jockey. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്, നിങ്ങളുടേതായ രീതികളുണ്ട്, നിങ്ങളുടേതായ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്, നിങ്ങളുടേതായ ഫിലോസഫികളുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ വേണ്ട രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കിയെന്നോ അംഗീകരിച്ചെന്നോ വരത്തില്ല. അതുകൊണ്ട് നമ്മളെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ കൂടുതൽ തെറ്റിദ്ധരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരം കിട്ടാതെ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കൗമാരക്കാർ കടന്നു പോകുന്ന ചില പടികളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവർ കടന്നു പോകുന്ന ചില പടികൾ. ഈ പടികൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ കൗമാരക്കാരുടെയും യുവജനങ്ങളുടെയും പ്രതികരണങ്ങൾ, സ്വഭാവങ്ങൾ ഈ രീതിയിലായിത്തീരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ കൗമാരക്കാർ കടന്നു പോകുന്നതായുള്ള പടികൾ ഏതാകുന്നു എന്നുള്ളതൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. നമ്മുടെ ഒപ്പമുള്ള ജിജു സാറെ, ഈ കൗമാരക്കാർ കടന്നു പോകുന്ന പടികൾ ഏതൊക്കെയാകുന്നു എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കാമെങ്കിൽ നമ്മുടെ ചർച്ചയ്ക്ക് അത് കൂടുതൽ സഹായകരമായിരിക്കും. ഒന്ന് വ്യക്തമാക്കിയാട്ടെ. താങ്ക് യു അച്ഛാ. കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു രസകരമായ ഒരു പ്രായമാണ്. ഈ ഒരു ഫേസിൽ, ഈ കൗമാരപ്രായം അല്ലെങ്കിൽ ടീനേജ് ഫേസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ചേഞ്ചസ്, ആദ്യമായിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളൊരു ബോധ്യം അവർക്ക് വരുന്നു. ഇമോഷണലി വളരെയധികം ചാർജ്ഡ് അപ്പ് ബിഹേവിയറാണ്. എന്ത് പറഞ്ഞാലും പിണങ്ങുന്നു. ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങൾ കൊടുക്കുമ്പോൾ സന്തോഷിക്കുന്നു. സോ ഇമോഷണലി വളരെയധികം ചാർജ്ഡ് അപ്പ് ആണ്. അതുകൂടാതെ അവർക്ക് വളരെയധികം ഒരു റെബലസ് നേച്ചറാണ്. എന്ത് പറഞ്ഞാലും അതിനായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ, ഒരു റിയാക്ഷൻ അവർക്കുണ്ടാകും. അത് വളരെയധികം ഫോഴ്സ്ഫുള്ളായിട്ടുള്ള റിയാക്ഷൻ. അതുകൂടാതെ അവർക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് വളരെയധികമാണ്. മെച്യൂരിറ്റി വരുന്നു, അവരുടെ ബോഡിയിലുള്ള ചേഞ്ചസ് വരുന്നു, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ വളരെയധികം കൂടുന്നു. അതുകൂടാതെ അവരുടെ ഈ എനർജി ലെവൽ, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ടീൻ വൈകുന്നേരം രാത്രി 10-11 മണി വരെയോ
വളരെയധികം എനർജിയിൽ വളരെയധികം ഊർജം ഉള്ള ഒരു കാലഘട്ടമാണ്. അവരൊട്ടും ക്ഷീണം അറിയുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് അഡ്വഞ്ചറസ്, എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടും പേടി കാണിക്കാത്തതും എക്സ്പെരിമെൻ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു പ്രായത്തെ ഒരു ഫേസാണിത്. ഇവരുടെ ഈ പ്രായത്തിൽ സാധാരണ കേട്ടിട്ടുണ്ട് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകാറുണ്ട്. അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാം. ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്താ? അച്ഛാ, ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ അത് ഞാൻ ഒരു അഡൾട്ട് ആണോ ഒരു കുഞ്ഞാണോ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ബാലൻസിങ് ആക്ട് ചെയ്യാതെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ്. ചില കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ ഈ അഭിപ്രായം സ്വീകരിക്കുവോ ഇല്ലയോ, അങ്ങനത്തെയൊക്കെയുള്ള കുറെ ഐഡന്റിറ്റി ക്രൈസിസ് ഈ ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ ഐഡന്റിറ്റി ക്രൈസിസിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഏറ്റവും അപകടകരമായ ഒരു ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ടേക്കിംഗ്. അത് ഒരു കുഞ്ഞ് റിസ്ക് ഒരിക്കലും എടുക്കുകയില്ല. ഓടിച്ചെന്ന് അമ്മയുടെയോ അല്ലെ അച്ഛൻ്റെയോ കയ്യിലോട്ട് പിടിക്കും, അല്ലെ ഒരു അഡൾട്ടിന്റെ കയ്യിലോട്ട് വന്ന് നിൽക്കും. ഒരു അഡൾട്ട് വളരെയധികം ചിന്തിക്കും, ഞാൻ ഈ റിസ്ക് എടുക്കണോ വേണ്ടായോ. ഇതാണെങ്കിൽ പിടി വിട്ടേ ചോടുന്ന ഒരു പ്രായമാണ്. അത് തന്നെ, എക്സാക്ട്ലി. സോ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ ടീൻസിനെ കൂടുതലും അപകടത്തിനോട്ട് എത്തിച്ചുകൊള്ളുന്നത്. പക്ഷേ ഇപ്പൊ ടീൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ? അവർ അഡ്വഞ്ചറസ് ആണ്, എക്സ്പെരിമെൻ്റൽ ഒരു ഏജാണ്, ഓപ്പോസിറ്റ് സെക്സിനോട് ആകർഷണം തോന്നുന്നത് ആ ഒരു പ്രായമാണ്, അവർ കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മുന്നിട്ടിറങ്ങുന്നവരാണ്, അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് തന്നെ സംശയമുള്ള ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ജിജു സാർ പറഞ്ഞു. നിങ്ങൾ ഇതിനോട് വല്ലതും എഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാൻ പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും യോജിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഈ ഒരു പ്രായത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കണമെന്നുള്ള ഒരു വികാരം ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അതിനു വേണ്ടി ചിലപ്പം എന്തും ചെയ്യും. ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ എനിക്ക് ആകർഷിക്കണം, അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രായമാണ് ഈ പ്രായത്തിൽ. ഇദ്ദേഹം ഒന്ന് പറഞ്ഞേ, ഈ കൂട്ടുകാര് നമ്മുടെ ഒരു വലിയ വീക്ക്നെസ് ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ. അതിനകത്ത് വല്ല അർത്ഥമുണ്ടോ എന്ന് പറഞ്ഞാട്ടെ. അത് തീർച്ചയായും ഒരു സത്യമായുള്ള കാര്യമാണ്. നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. നല്ല സുഹൃത്തുക്കൾ. ഈ സുഹൃത്ത് ബന്ധം വളരെ നല്ലതാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ സുഹൃത്ത് ബന്ധം കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് പറയാവുന്ന നിങ്ങൾക്ക്. ഈ സുഹൃത്ത് ബന്ധം കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? സുഹൃത്ത് ബന്ധങ്ങളിൽ കൂടെ ഒത്തിരി ചതിപ്പെടാറുണ്ട് നമ്മളെല്ലാവരും. അതിൽ കൂടുതലായിട്ടും മദ്യപാനം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള ദുശ്ശീലത്തിലാണ് കൂടുതൽ. ഈ ചില ദുശ്ശീലങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ ഈ കൂട്ടുകാരുടെ ഒരു സ്വാധീനത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്, അല്ലേ? ആണ്. ഈ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ആകർഷണം തോന്നുന്ന പ്രായമാണെന്നാണ് സാറ് പറഞ്ഞത്. അതിനകത്ത് വല്ല അർത്ഥം വല്ലതും ഉണ്ട്? ശരിയാണോ ഇത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും അച്ഛാ. കാരണം ഈ ടീനേജ് എന്ന് പറയുന്നത് ഇൻഫാറ്റുവേഷൻ അതുപോലെ തന്നെ അട്രാക്ഷൻ്റെ ഒക്കെ ഒരു ഏജാണ്. അപ്പം തന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പം ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തീർച്ചയായിട്ടും നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാകും. അതൊരു സ്ത്രീക്കാണേലും പുരുഷനാണേലും. അപ്പോൾ കൗമാരപ്രായത്തിൽ വളർച്ചയുടെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, അതുമൂലം ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള തള്ളലുകൾ, ശാരീരികമായിട്ടുള്ള വളർച്ച, ഇതൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ആകർഷണം ഉണ്ടാക്കുവാൻ മുഖാന്തരമായി തീരുമെന്നാണ് പറയുന്നത്, അല്ലേ? അത് യാഥാർത്ഥ്യമാണല്ലേ? അതെ അതെ സാറ്. ലിബു സാറ് ഈ യുവജനങ്ങളായിട്ടും അതുപോലെ കൗമാരക്കാരുമായിട്ടൊക്കെ കോളേജിൽ ധാരാളം പ്രവർത്തിക്കുന്ന സാറാണല്ലോ. ഈ കൗമാരക്കാര് ഈ കോളേജിൽ അല്ലെ യുവജനങ്ങൾ കോളേജിൽ ഒരു പ്രശ്നമായിട്ടാണോ ഈ കാലത്ത് സാധാരണ തോന്നുന്നത്? അതോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഒന്നും അവരെ കുറിച്ച് ഇല്ലേ? സാറിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞാട്ടെ. അതിനകത്ത് രണ്ട് രീതിയിലുണ്ട്. എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഈ കൗമാരത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കൂട്ടമുണ്ട്. അതുപോലെ തന്നെ അച്ഛനീ പറഞ്ഞതുപോലെ വളരെ അപകടകരമായ രീതിയിലേക്ക് മാറുന്ന ഒരു കൂട്ടമുണ്ട്.
ലോകത്തിലെ ഏത് ക്യാമ്പസിനും രണ്ട് മുഖമുണ്ട്. ഒന്ന്, എല്ലാ ക്യാമ്പസിലും ചെന്ന് രക്ഷപ്പെട്ടു പോയ നന്നായി പഠിച്ച ഒരു ലക്ഷ്യം നേടിയ ഒരുപാട് കുട്ടികളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ലക്ഷ്യത്തിൽ നിന്ന് ഏറെ വ്യതിചലിച്ചു പോയ കുട്ടികളുണ്ട്. ഇതിന് രണ്ടാമത്തെ കാരണം, അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അച്ഛൻ ഈ പറഞ്ഞ നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവരെ സ്വാധീനിക്കുന്നത്, ഈ അടുത്ത കാലത്തായിട്ട് സ്വാധീനിക്കുന്നത് ഈ സൗഹൃദങ്ങളുടെ ഒരു വലിയ വലയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഒരു മാറ്റം, അത് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഈ പഴയ കാലത്തും സൗഹൃദങ്ങളുടെ ഒരു വലയം നമ്മുടെ കൗമാരക്കാർക്കും യുവജനങ്ങൾക്കും ഉണ്ടല്ലോ. ഇന്ന് പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ള കാരണം എന്നാ? അത് കൗമാരക്കാരിൽ തന്നെ ഒതുങ്ങുന്ന ഒന്നല്ല സൗഹൃദം എന്ന് പറയുന്നത്. ഒന്ന്, രണ്ട് രീതിയിലാണ്. അത് അവർ ജീവിക്കുന്ന പശ്ചാത്തലമുണ്ട്, അവരുടെ കുടുംബ പശ്ചാത്തലം അവർ നിരന്തരമായി കാണുന്നൊരു സമൂഹമുണ്ട്. അവരുടെ ചുറ്റുപാടും കാണുന്ന ദൃശ്യമാധ്യമങ്ങൾ അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ പോലുള്ള പുതിയ സമൂഹ മാധ്യമങ്ങളുടെ ലോകവും അവരെ വല്ലാതെ സ്വാധീനിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ ഇടപെടലുകളിലും കൂടെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള ഉപയോഗങ്ങൾ കൂടി ഇവരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കൗമാരക്കാരുടെയും നമ്മുടെ യുവജനങ്ങളുടെയും സ്വഭാവത്തിലും പ്രതികരണത്തിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാ സാർ പറയുന്നത്? ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒന്ന്, പണ്ട് അടച്ചൊതുക്കി പിടിച്ചിരുന്ന പലതും ഇതിന് തുറന്നു പറയുന്നതിനും തുറന്നിടപെടുന്നതിനും അവർ ശ്രമിക്കുമ്പോൾ തന്നെ എന്നാലൊരു അത് ഏത് അതിര് വരെ പോകണം, അല്ലെങ്കിൽ ഏത് നിലയിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയില്ലായ്മ പലപ്പോഴും സ്വാധീനിക്കുന്നതാണ് കാണാറുണ്ട്. എന്നാൽ ക്യാമ്പസുകൾ, ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ക്യാമ്പസിൽ പോലും കുട്ടികൾ അത്ര പ്രശ്നക്കാരായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളവരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്കും അവരുടെ സന്ദേഹങ്ങൾക്കും അവരുടെ ആകുലതകൾക്കും നമ്മൾ ഒപ്പം ചേർന്ന് നിൽക്കുകയും അതിനെ നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ അവരിൽ ഉണ്ടാകുന്നൊരു മാറ്റം വളരെ പോസിറ്റീവായിട്ട് അവരെ അണ്ടർസ്റ്റാൻഡിംഗ് അപ്രോച്ചിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അവരെ മനസ്സിലാക്കാനുള്ള ശ്രമം സ്വാഭാവികമായി അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ഉണ്ടാകുമ്പോൾ തന്നെ അവരിൽ ഈ ഒരു മാറ്റം വളരെ പ്രകടമാവുകയും വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണുന്നതിന് സാധിക്കുന്നുണ്ട് അല്ലേ? അതെ, ഇന്ന് നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നൊന്ന് പറയാമോ? ഇന്നത്തെ ഈ സമൂഹത്തിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയാമോ? സമൂഹ മാധ്യമങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികളെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം. മാധ്യമങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഈ മാധ്യമങ്ങൾ അതവിടെ കിടക്കും. പ്രശ്നം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആയെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്തുവാ? നമ്മൾ അതിനോട് കൂടുതൽ ഒരു പരിധി ഞങ്ങൾ ഇതിനകത്ത് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു, അത് ഞങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഇതാണോ നിങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്? ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു. അത് മാത്രമല്ല സമൂഹത്തിലെ പലവിധമായിട്ടുള്ള ആളുകളിൽ നിന്നും യുവജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതെന്തോ ഒരെണ്ണം പറ. അതിപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഒരു തെറ്റിദ്ധാരണ പറ. യുവജനങ്ങൾ ഇച്ചിരി അല്ലെന്നുണ്ടെങ്കിൽ കൗമാരക്കാർ അല്പം ഒന്ന് സ്ട്രെങ്ത് ആയിട്ടൊന്ന് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു പ്രശ്നമാണ് ഇവരെന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു അമൂൽ ബേബിയെ പോലെ തന്റെ മക്കളെ കൊണ്ട് നടക്കാനും അതുപോലെ വളർത്താനുമാണ് മാതാപിതാക്കൾക്ക് ഇഷ്ടം. അതിൽ നിന്ന് വ്യതിചലിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി പോവുകയും അതേപോലെ തന്നെ തൻ്റെതായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും അതിനെ എതിർക്കും, വ്യാകുലതയാണ്. അതുപോലെ തന്നെ അവർ 100% അതിനെ എതിർക്കാറുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവര് നല്ലതല്ലാത്ത പല കാര്യങ്ങൾക്കും യുവാക്കളെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ മദ്യം എത്തിച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയ തുടങ്ങിയ, അതുപോലെ തന്നെ മോഷണത്തിന്. നമ്മൾ പത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കോളേജിലും സ്കൂളുകളിലെല്ലാം കച്ചവടത്തിന് വേണ്ടി ഈ ചെറിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യത്തിലും മുതിർന്നവരാ പ്രശ്നം എന്നല്ല പറഞ്ഞത്. മുതിർന്നവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മുതിർന്നവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ? ഇതാണോ ഇന്ന് സമൂഹത്തിൽ നിങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം? ഇതൊരു വിശാലമായ കോണ്ടെക്സ്റ്റിലല്ല ഞാനിത് പറയുന്നത്. നമ്മുടെ ഇതൊരു പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്. എന്റെ കൗമാരം കഴിഞ്ഞ് ഞാനിപ്പോൾ യവനത്തിലാണ്. ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. പക്ഷേ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ മറ്റു കാര്യങ്ങളായിരിക്കും. അതിനു മുമ്പ് എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഹൈറ്റിന്റെ കുറവ്, അങ്ങനെയുള്ള ചില കോംപ്ലക്സുകൾ വരാം. അതിനു മുമ്പ് അങ്ങനെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഒരു യാഥാസ്ഥിതികമായ കേരളീയന്റെ വരാവുന്ന ആ ഒരു എല്ലാ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇതൊരു പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് ഒരു വിശാലമായ ഒരു കാരണം തന്നെ എല്ലാവരും
അഭിമുഖീകരിക്കുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു യൗവനക്കാരൻ എന്നുള്ള നിലയിൽ നേരിടുന്നുണ്ടോ? നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ മറ്റ് എന്തെങ്കിലും ചെറുപ്പകാലത്തുണ്ടായ എന്തെങ്കിലും അനിഷ്ടമായ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മുമ്പോട്ട് വരാൻ പിടിച്ചു വലിക്കാറുണ്ട്. ഇപ്പം എൻ്റെ പിതാവ് ഇപ്പോൾ മദ്യപാനം നല്ലോണം മദ്യപിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു പോരായ്മകൾ എന്നെ പല വേദികളിൽ നിന്ന് പിൻവലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് പുറമോട്ട് വലിക്കും. അങ്ങനെ ഒരു പോരായ്മ തോന്നാറുണ്ട്. അതായത് നമ്മുടെ മാതാപിതാക്കള്, പ്രായമുള്ളവര് നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു മാതൃക കാണിച്ചു തരാതിരിക്കുമ്പോൾ അവരിലെ ചില തെറ്റായ സ്വാധീനങ്ങൾ നമ്മളിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടോ? ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങൾ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ എടുത്തു പറയാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? യെസ്. അച്ഛാ, നമ്മളിപ്പം ഒരു സ്ത്രീയും പുരുഷനും സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ സമൂഹം, പക്ഷേ എനിക്കും ആ വ്യക്തിക്കും അറിയാം ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, പക്ഷെ സമൂഹം ഒരിക്കലും ഞങ്ങളെ ആ രീതിയിലല്ലായിരിക്കും കൈക്കൊള്ളുന്നത്. അവർ പറയും വേണ്ട ഒരു പുരുഷനും സ്ത്രീയും കൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നു. അതായത് ഞങ്ങളുടെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിനെ സമൂഹം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, അല്ലേ? അത് നമുക്ക് സൊസൈറ്റിയിൽ മുൻപോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പിടിച്ചു വലിക്കുന്ന ഒന്നായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ സർഗശക്തികളെയൊക്കെ അത് ഒരു പരിധി വരെ ബാധിക്കാറുണ്ട്. സാറേ, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സാറ് പറഞ്ഞു എന്ന് വരികയും ഇവർ പറയുന്ന അതിൻ്റെ കൂടെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊക്കെ. അച്ഛാ, അത് പറയുന്ന എല്ലാം ഒന്നിനോടൊന്ന് ലിങ്ക് ചെയ്തായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പം മുമ്പ് പറഞ്ഞു മാതാപിതാക്കളുടെ ഒരു ഇന്റർഫിയറൻസ്. അന്നേരം ആ ഒരു ഇന്റർഫിയറൻസിനോടുള്ള റെബലസ് നേച്ചറാണ് ഈ ഒരു പ്രശ്നങ്ങൾ എന്നെക്കാട്ടിലും മുതിർന്നവർക്കുണ്ടെന്നുള്ള, അല്ല എൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം ബാധിക്കുന്നു എന്നുള്ള വരാനുള്ള പ്രത്യേക കാരണം റെബലസ് നേച്ചർ. പിന്നെ ഇപ്പം ഈ അഡ്വെഞ്ചറസ്, ഇങ്ങനെ ചെയ്താൽ എന്ത് തെറ്റ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്ത് തെറ്റ്, ഇങ്ങനെയുള്ള ഒരു അഡ്വെഞ്ചറസ് നേച്ചർ, ഞാനൊരു റിസ്ക് എടുത്താലോ എന്നുള്ളൊരു. ഇപ്പം തന്നെ പറഞ്ഞു സാമൂഹിക മാധ്യമങ്ങൾ അല്ലെ സോഷ്യൽ മീഡിയയും കൊണ്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സോഷ്യൽ മീഡിയയുടെ വളരെയധികം ഗുണകരമായ യൂസേജുകളുമുണ്ട്. സോ അതിനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നതിൽ ഈ മൂല്യബോധങ്ങൾ നമ്മുടെ യുവജനങ്ങളിൽ കുറഞ്ഞു പോകുന്നതാണോ ഈ പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് എടുത്തു പറയുന്നത്? അതിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഈ മൂല്യബോധ്യം അല്ലെ വാല്യൂസ്. ഈ വാല്യൂസിനെ ഇൻസ്റ്റിൽ ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കൊടുത്താൽ, ഈ കൗമാര പ്രായത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് ആ കുട്ടിയെ ഇക്വിപ്പ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ മുന്നോട്ട് ടീനേജിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ആ ടീനേജിന് ഒരു പ്രശ്നം വരത്തില്ല. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അടിസ്ഥാനമായിട്ട് തന്നിരിക്കുന്ന വാല്യൂസ് ഇതിനോട് എതിർക്കുന്നു, അതുകൊണ്ട് ഞാൻ യോജിച്ചു പോകത്തില്ല. ഇപ്പോൾ ഒരു മയക്കുമരുന്ന്, എൻ്റെ കൂട്ടുകാരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ അല്ലെ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് എന്തായാലും അത് തെറ്റാന്നുള്ള ഒരു മൂല്യബോധ്യം മനസ്സിലുണ്ടെങ്കിൽ, അത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കുഞ്ഞിൻ്റെ മനസ്സിൽ അത് ഇൻസ്റ്റിൽ ചെയ്താൽ കൗമാര പ്രായത്തിൽ അത് ഓട്ടോമാറ്റിക്കലി റിഫ്യൂസ് ചെയ്യും. സാറേ, ഇപ്പോൾ ഈ സബ്സ്റ്റൻസ് അബ്യൂസിനേക്കാൾ കൂടുതലായിട്ട് ഈ ഗാഡ്ജറ്റ്സിനോടുള്ളൊരു അഡിക്ഷനും അതിൻ്റെ അബ്യൂസും അല്ലേ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്? അതുകൂടി ഒന്ന് ഒരു വാക്കിലൊന്ന് പറയാവോ? ഞാൻ അടുത്ത ഒരു പോയിന്റ് കൊണ്ടുവരാനിരുന്ന ഈ ഗാഡ്ജറ്റ് അബ്യൂസ് തന്നെയായിരുന്നു. ഇപ്പോൾ ഗാഡ്ജറ്റ് അബ്യൂസിനെ കുറിച്ച് പറഞ്ഞാൽ വളരെയധികം പഠനങ്ങൾ US-ലും പല രാജ്യങ്ങളിലും നടന്നുകൊണ്ട് വരുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പെർട്ടിക്കുലർ എഫക്റ്റ് ഉണ്ട്. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും, സിർക്കാഡിയം. അത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഈ മൊബൈൽ ടെക്നോളജി. ചാർജ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നത്, അത് നമ്മുടെ സ്ലീപ്പിനെ ഡിസോർഡറിലോട്ട് മാറ്റുക. അതായത് ചാർജ് ചെയ്യുമ്പോൾ മൊബൈലിൽ കത്തുന്ന ആ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ ബാധിക്കുമെന്നാണോ? അതൊന്ന് വ്യക്തമാക്കിയാട്ടെ. അച്ഛാ, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠനം നടത്തി കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ ചാർജ് ആയിട്ടുണ്ടോ, ഈ ലൈറ്റ് കത്തുമ്പോൾ എൻ്റെ കണ്ണിലോട്ട് വീഴുന്ന ആ ലൈറ്റ്, എൻ്റെ ബ്ലൂ ലൈറ്റ്, അത് ഡിസോർഡർ ആക്കണം. മൊബൈൽ സ്ക്രീൻസിനെ മുക്കാൽ ലൈറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ബ്ലൂ ടിൻറ്റുള്ള ഒരു ലൈറ്റ് ആണ്. ആ ലൈറ്റ് നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസിനെ വളരെയധികം ഡിസോർഡറിലോട്ട് നയിക്കുന്നുണ്ട്. അത് കൂടാതെ ഏറ്റവും വലിയ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയും കൊണ്ട് വന്നിരിക്കുന്നത്, ഞാനൊരു പോസ്റ്റ് ഫേസ്ബുക്കിലോ ഏതൊരു സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ, എത്ര പേര് അതിനോട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പോസ്റ്റിന് 100 ലൈക്ക് കിട്ടി, ഇന്നത്തെ പോസ്റ്റിന് 150 കിട്ടുമോ? ആ ഒരു ചിന്ത വളരെയധികം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ടീനേജേഴ്സ് സ്പെഷ്യലി നോട്ട് ചെയ്തിരിക്കുന്നത്.
ഉടനെ സോഷ്യൽ മീഡിയയുടെ യൂസിനെ കുറിച്ചുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു യൂസേജിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ടീൻസിന് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും നമ്മുടെ റിലീജിയസ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻസ് ആയാലും കൊടുക്കണം എന്ന് ഞാൻ വളരെയധികം സ്ട്രോങ്ലി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കൗമാരക്കാരായാലും യുവജനങ്ങളായാലും അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവർ കടന്നു പോകുന്ന പല പടികളുണ്ട്. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട്, അതുപോലെ തന്നെ സാമൂഹികമായിട്ട് ഇതൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ വളരുന്നത്. അങ്ങനെ ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളും പലതും നമുക്ക് ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ മുമ്പേ പറഞ്ഞു ഒരു റെബലിയസ് നേച്ചർ നമ്മളിൽ ഉണ്ടാകുന്നു എന്ന്. റെബലിയസ് നേച്ചർ എപ്പോഴാണ് ഉണ്ടാകുന്നത്? എന്നെ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴല്ലേ? എനിക്ക് വേണ്ടതായിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴല്ലേ? എനിക്ക് വേണ്ട വില കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴല്ലേ? അപ്പോൾ അതിനോടുള്ളൊരു നമ്മുടെ പ്രതികരണമാണ് ഈ റെബലിയസ് നേച്ചർ എന്ന് പറയുന്നത്. ഈ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും അവരുടെ കൂടെ അനുസരണമുള്ളവരായിട്ട് നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് തെറ്റൊന്നുമില്ല. എന്നാൽ കൗമാരപ്രായത്തിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുമ്പോൾ ഈ മാതാപിതാക്കളോട് ഒട്ടി നിന്ന കുഞ്ഞുങ്ങൾ ക്രമേണ അവരിൽ നിന്ന് അകലാനായിട്ട് തുടങ്ങും. മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾ അകലുക എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രോസസ്സാണ്. അവരകലണം, അകന്നേ ഒക്കത്തുള്ളൂ. ഈ അകൽച്ച എന്ന് പറയുന്നത് പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നതാണ്, ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. എന്തിനാ അകലുന്നതെന്നറിയാമോ? നമ്മൾ അങ്ങനെ അകലുമ്പോഴാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മളായിട്ട് മാറുന്നത്. അതിനുവേണ്ടിയാണ് ഈ അകൽച്ച ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളിങ്ങനെ അകലുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ അസ്വസ്ഥരാകും. എൻ്റെ കൊച്ചു കൈവിട്ട് പോവുക. ഇതുവരെ തർക്കുത്തരം പറയാത്ത കൊച്ചു ഇപ്പം തേണ്ട തറുതല പറയുന്നു. ഇതുവരെ ദേഷ്യപ്പെടാത്ത കൊച്ചു ഇപ്പം ദേഷ്യപ്പെടുന്നു. കൊച്ചു കൈവിട്ട് പോയി. അപ്പോൾ അങ്ങനെ കൈവിട്ട് പോകുന്നു എന്നുള്ള ഭയം അവർക്കുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് കൈവിട്ട് പോകാതിരിപ്പാൻ പേരൻസ് അമിതമായ നിയന്ത്രണം അവരുടെ മേൽ ഏർപ്പെടുത്തും. അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അതിനോടുള്ള കൗമാരക്കാരൻ്റെ അല്ലെ യുവജനങ്ങളുടെ പ്രതിഷേധമാണ് ഒരു പരിധിവരെ ഈ റെബലിയസ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മളങ്ങ് റെബലിയസ് ആകുകയാണ്. അത് നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. അല്പസമയം നമ്മൾ റെബലിയസ് ആകുന്നത് വലിയ തെറ്റായ സംഗതിയൊന്നുമല്ല. എന്നാൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറുന്നുമില്ല. കുറേ കഴിയുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കും. അതിൽ നിന്ന് നമുക്ക് കറക്ഷൻസൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വളർച്ച എന്താകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ആരോഗ്യപരമായ രീതിയിൽ പ്രതികരിപ്പാനും ഇടപെടാനും സാധിക്കുമെന്നാണ് മനസ്സിലാകും. സാർ, ഈ കോളേജിലൊക്കെ ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളൊക്കെ ടീച്ചേഴ്സിന് തലവേദന ഉണ്ടാക്കുന്നതാണോ അതോ നമ്മുടെയൊക്കെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള പ്രതികരണമേ ഉള്ളോ? പക്ഷെ അത് നമ്മൾ കാണുന്നത് പോലെ ഇരിക്കും അവരുടെ പ്രതികരണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രായമാണ്. അത് കോളേജുകളിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 17 മുതൽ 21, 22 വയസ്സ് വരെയുള്ള ഒരു ഘട്ടത്തിലാണ് ഒരു PG വിദ്യാർത്ഥി എത്തുക. ഒരു ഡിഗ്രി മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾ എത്തുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവരെ കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. പലപ്പോഴും കേൾക്കാൻ ആളുണ്ടെങ്കിൽ ഇവരുടെ പകുതിയിലേറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കേരളത്തിൻ്റെ സാമൂഹിക തലത്തിലുണ്ടായ ഒരു മാറ്റമുണ്ട്. ഒന്ന്, ചെറിയ കൂട്ടായ്മകളിലേക്ക് കുടുംബം ചുരുങ്ങി പോവുക. അണുകുടുംബങ്ങളായി കുടുംബം മാറുമ്പോൾ ആ കുടുംബത്തിനുള്ളിൽ ഇവർ അനുഭവിക്കുന്ന ഒരു ചില കരുതലുകളുടെ അഭാവങ്ങളുണ്ട്. അതായത് ഒരു കാലത്ത് വല്യപ്പൻ്റെയും വല്യമ്മയുടെയും വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ എന്ന് പറയുന്ന ഒരു പരിലാളനം ഇവർക്ക് കിട്ടാതെ പോകുന്നു. പേരൻസ് അവരുടെ ഒരു ഉത്തരവാദിത്വവും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളിലേക്ക് പോകുന്നു. അതിനിടയിൽ ഈ കുട്ടികൾ മുകളിൽ വന്ന് അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട്. കാരണം എവിടെയും വിജയിക്കണം, ഒന്നാം സ്ഥാനത്ത് എത്തണമെന്ന് അനുഭവിക്കുന്ന ഇവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വളരെ കൃത്യമായ ചില ബോധ്യങ്ങൾ ഇവരറിയാതെ ഇവരുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ആ ബോധ്യം. അപ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിൽ
ഇവരുടെ ഈ പ്രായത്തിൽ ഇവർ കടന്നു പോകുന്ന സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു മനോസംഘർഷം. ഇവരെ കേൾക്കാൻ ആളുകളില്ലാത്തതാണ് ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ കോളേജിലെ അധ്യാപകർക്ക്, സാർ ഒരു അധ്യാപകനാണല്ലോ, അധ്യാപകർക്ക് ഇവരെ കേൾക്കാനായിട്ട് കുറച്ചുകൂടെ സമയം കൊടുക്കാൻ നോക്കുവോ? തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഈ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങളെ കാണാൻ വരുന്ന എല്ലാവരും ഇപ്പോൾ കൗൺസിലേഴ്സ് ആണെങ്കിൽ കൂടി അവരുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ കേൾക്കാനല്ല നോക്കുന്നത്, അവർക്ക് നേരെ ക്ലാസ്സുകൾ എടുക്കുകയാണ്, എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം പലപ്പോഴും കൗൺസിലേഴ്സ് വളരെ ഫലപ്രദമായി ഇടപെടുന്ന ക്യാമ്പസുകളിൽ, കോളേജുകളിലും സ്കൂളുകളിലും ഞാനത് കണ്ടിട്ടുണ്ട്. കുട്ടികൾ കൗൺസിലറുടെ അരികിലേക്ക് ചെന്ന് സംസാരിക്കുന്നതിന് അവരുടെ ഇഷ്യൂസിനെ, അവർ നേരിടുന്ന ഇഷ്യൂസിനെ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മറിച്ച് വളരെ ക്രിയാത്മകമായി വിദ്യാർത്ഥികളുടെ ഇടയിലും വളരെ ആരോഗ്യകരമായി ഇടപെടുകയും ചെയ്യുന്ന ധാരാളം അധ്യാപകരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ചില പ്രഷർ വാൽവുകളിലൂടെ ഇവരനുഭവിക്കുന്ന മനോസംഘർഷങ്ങളെ, ഇവരുടെ ചില സംശയങ്ങളെ, ഇതിനെയെല്ലാം അത് റിലീസ് ചെയ്താൽ, അതല്ലേ പുറന്തള്ളുന്നതിന് കഴിഞ്ഞാൽ തന്നെ പകുതിയിലേറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റും. പിന്നെ ന്യായമായിട്ട് ഒരു 18 വയസ്സുള്ള കുട്ടിയുടെ പ്രതികരണത്തിന് അതൊരു റബല്യസ് നേച്ചർ നിൽക്കും. അവൻ്റെ ഒരു പ്രതികരണം കുറച്ചുകൂടി, അല്ലെങ്കിൽ അവളുടെ ഒരു പ്രതികരണം കുറച്ചുകൂടി ഒരു മൂർച്ചയേറിയ പ്രതികരണം, ആ ഒരു കാലമാണ്. നമ്മളതിനെ ആ രീതിയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സംഘർഷം അവിടെ ഒഴിവാകും. ഒരു അനാവശ്യമായ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ പറ്റും. കുടുംബം പോലെ തന്നെ വിദ്യാലയത്തിനും ഒരു വലിയ പങ്കുണ്ട് കുഞ്ഞുങ്ങളിൽ മൂല്യബോധം വളർത്തുന്നതിൽ. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങളുടെ, ധാർമ്മികതയുടെ ഒരു പരിപൂർത്തി, അതിൻ്റെ ഒരു മോൾഡിങ് നടക്കുന്നത് എപ്പോഴും വിദ്യാലയങ്ങളിൽ. ഇപ്പം നമ്മുടെ വീട്ടുകാര്യങ്ങളെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ചെയ്യണം ഓരോ കാര്യങ്ങൾ. എന്നാൽ നമുക്ക് വലുതാകുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വരുത്തും. ഫ്രീഡം കൊടുക്കണം ടു ഹാവ് ഫ്രണ്ട്സ്. അതേ സമയത്ത് വി ഷുഡ് സെറ്റ് ദ ലിമിറ്റ്സ്. ചില മാതാപിതാക്കൾ ചെയ്യുന്നത് മക്കളെ നോക്കുവാനോ അവരുടെ വികാരവിചാരങ്ങൾ അറിയുവാനോ അവർക്ക് സമയമില്ല. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.